ഹലോ എവറിബഡി, വെൽക്കം ടു CS ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. NFAയുടെ ഒരു വേരിയേഷൻ ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ, what does it mean? It means the automaton can move from one state to another without consuming any input symbol. Okay, without consuming any ഇൻപുട്ട് സിമ്പിൾ. നമ്മൾ DFAയിൽ നോക്കിയായിരുന്നു, ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് കിട്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്, യുണീക്ക് സ്റ്റേറ്റിലോട്ട് പോകുന്നു. NFA ആയപ്പോൾ നമ്മൾ പറയുന്നു, ഒരു സ്റ്റേറ്റിൽ നിന്നും ഇൻപുട്ട് കിട്ടിയിട്ട് മൾട്ടിപ്പിൾ സ്റ്റേറ്റിലോട്ട് പോകാം, ഒരു സ്റ്റേറ്റിലോട്ട് പോവാതെയും ഇരിക്കാം. ഓൾറൈറ്റ്, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ടും കിട്ടാതെ സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഓൾറൈറ്റ്, വിതൗട്ട് കൺസ്യൂമിങ് എനി ഇൻപുട്ട് സിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. അതാണ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ബിൽഡ് NFA ഹൈഫൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ NFA വിത്ത് എപ്സിലോൺ മൂവ്സ് അല്ലെങ്കിൽ എപ്സിലോൺ ട്രാൻസിഷൻ അതിൻ്റെ അർത്ഥം. ഓക്കെ, വി ആർ ഗോയിങ് ടു ബിൽഡ് an NFA വിത്ത് എപ്സിലോൺ മൂവ് ദാറ്റ് അക്സെപ്റ്റ്സ് ദ സ്ട്രിംഗ് 1. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ വിതൗട്ട് എനി ഇൻപുട്ട് സിമ്പിൾ നമ്മൾ എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എപ്സിലോണിന്റെ ആ സിമ്പിൾ. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യുവാണ്? Q0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. യു ക്യാൻ സി, ഇതാണ് നമ്മൾ എപ്സിലോൺ മൂവ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇതിനെ നമ്മൾ എന്ത് പറയും? എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് പറയും. ഓക്കെ, നോ അതെങ്ങോട്ടേക്ക് പോവാണ്? Q1ലോട്ട് പോവാണ്. ദെൻ ഫ്രം Q1 ഇറ്റ് ടേക്സ് 1, ദെൻ ഇറ്റ് മൂവ്സ് ടു ഫൈനൽ സ്റ്റേറ്റ് Q2. സോ യു ക്യാൻ സി, ഇത് നമ്മൾ നോർമലി ഒരു DFAയിൽ അല്ലെങ്കിൽ NFAയിൽ പറയുവാണെങ്കിൽ ഇതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. കാരണം എന്താണ്? Q0യിൽ നിന്ന് 1 പോകുന്നില്ല. റൈറ്റ്, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ 1 പാസ് ചെയ്യുവാണെങ്കിൽ 1 അക്സെപ്റ്റഡ് ആവും. വൈ? ബിക്കോസ് Q0യിൽ നിന്നും ഒന്നും കൊടുത്തില്ലെങ്കിലും എന്താണ്? Q1ലോട്ട് വരും. ഇനി Q1ൽ നിന്നും 1 എടുത്തിട്ട് Q2ലോട്ട് പോയി. സോ ദിസ് ഈസ് അക്സെപ്റ്റഡ്. ദാറ്റ് മീൻസ് വിതൗട്ട് എനി ഇൻപുട്ട് Q0 എന്ത് ചെയ്തു? Q1ലോട്ട് വന്നു. ഇനി 1 റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? Q2ലോട്ട് വന്നു, വിച്ച് ഈസ് അക്സെപ്റ്റഡ്. ഓക്കെ, നൗ ട്രാൻസിഷൻ നോക്കിക്കേ. ട്രാൻസിഷൻ Q0, എപ്സൈലോൺ, ഈ ട്രാൻസിഷന്റെ കാര്യമാണ് പറയുന്നത്. എങ്ങോട്ടേക്ക് വന്നു? Q1. ഇതിനെ നമ്മൾ പറയും എപ്സിലോൺ മൂവ് ഫ്രം Q0 ടു Q1 എന്ന് പറയും. നൗ സെക്കൻഡ് ട്രാൻസിഷൻ, Q1ൽ നിന്ന് 1 എടുത്തിട്ട് Q2ലോട്ട് പോയി. ഇൻപുട്ട് 1 ഗോസ് ഫ്രം Q1 ടു Q2. നൗ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഗീവ്സ് us more freedom. It gives the machine even more freedom in how it processes input. ഓക്കെ, കാരണം ഒരു ഇൻപുട്ടും ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റും, അത് കുറച്ചുകൂടെ ഫ്രീഡം ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമുക്ക് ഫോർമൽ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് നമ്മൾ എന്താണ്, ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കി. ഇനി ഫോർമൽ ആയിട്ട് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യും. അഗെയിൻ 5 ടപ്പിൾ തന്നെയാണ്. Q, സിഗ്മ, ഡെൽറ്റ, Q0 ആൻഡ് F. ബാക്കി എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇവിടെ ഡെൽറ്റ ട്രാൻസിഷനാണ് വ്യത്യാസം വരുന്നത്. റൈറ്റ്, സോ Q എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. വാട്ട് ഈസ് സിഗ്മ? ഇൻപുട്ട് ആൽഫബറ്റ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിഗ്മ ഒരു ഇൻപുട്ട് ആൽഫബറ്റ് അല്ല. സിഗ്മ ഇവിടെ 01 ആണെങ്കിൽ 01 തന്നെ ആയിരിക്കും. റൈറ്റ്, ഇത് ഒരു ആൽഫബറ്റ് അല്ല, സിറ്റുവേഷനിൽ അല്ല. ഓൾ റൈറ്റ്, സോ ദെൻ ട്രാൻസിഷൻ ഫംഗ്ഷൻ നോക്കിക്കേ നിങ്ങൾ. ഇവിടെ Q ക്രോസ് സിഗ്മ ആൽഫബറ്റ്. ഓക്കെ, യൂണിയൻ, ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ പോർഷൻ ആയിരുന്നു, പാർട്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ യൂണിയൻ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? ട്രാൻസിഷൻ ഫംഗ്ഷനിൽ ഒരു കാര്യം കൂടെ എക്സ്ട്രാ ആഡ് ആവുകയാണതാണ് ഈ എപ്സിലോൺ. അത് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? 2⁻Q മാപ്പ് ആവും. സോ ദിസ് മീൻസ് ദ ഓട്ടോമേറ്റൻ ക്യാൻ ട്രാൻസിഷൻ ഓൺ ഇൻപുട്ട് സിമ്പിൾസ് ഓർ ഓൺ ഇത്. സോ ഇൻപുട്ട് സിമ്പിൾ നമ്മുടെ ആൽഫബറ്റ് 01 ആണെങ്കിൽ 01ലും ട്രാൻസിഷൻ ചെയ്യാം, അതിൻ്റെ കൂടെ യൂണിയൻ എപ്സിലോണിലും ട്രാൻസിഷൻ ചെയ്യാം. Q0 അറിയാം നമുക്ക്, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. F എന്താണ്? സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് ഓർ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിന്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് ദി എപ്സിലോൺ ക്ലോഷർ. ഇതെന്താ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q, നമ്മൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ഓൾ സ്റ്റേറ്റ്സ് റീച്ചബിൾ ഫ്രം Q. ഇവിടെ എപ്സിലോൺ ക്ലോഷർ ഓഫ് Qന്റെ കാര്യമാണ് പറയുന്നത്. സോ ഓൾ സ്റ്റേറ്റ്സ് റീച്ചബിൾ ഫ്രം Q യൂസിങ് ഓൺലി എപ്സിലോൺ മൂവ്സ്.
യൂസിങ് ഓൺലി എപ്സിലോൺ മൂവ്സ് ഇൻക്ലൂഡിങ് ക്യൂ ഇറ്റ് സെൽഫ്. സോ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റിന്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിൽ നിന്നും വേറെ എല്ലാ ഏതൊക്കെ സ്റ്റേറ്റ്സിലൊക്കെ റീച്ച് ചെയ്യാൻ പറ്റും യൂസിങ് ഓൺലി എപ്സിലോൺ മൂവ്സ്, ആ സെറ്റിന് നമ്മൾ എന്ത് പറയും? എപ്സിലോൺ ക്ലോഷർ എന്ന് പറയും. ആൻഡ് റിമെമ്പർ, ഏത് സ്റ്റേറ്റിനാണ് എപ്സിലോൺ ക്ലോഷർ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആ സ്റ്റേറ്റും ആ ക്ലോഷറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് ഇൻക്ലൂഡിങ് ക്യൂ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ. സപ്പോസ് ഇതാണ് നമ്മുടെ NFA വിത്ത് എപ്സിലോൺ മൂവ്സ്. യു ക്യാൻ സി Q1ൽ നിന്നും എപ്സിലോൺ എടുത്തിട്ട് Q2, ഇവിടെ Q0 നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ ഇട്ടിട്ടില്ല. ഓൾറൈറ്റ്, ജസ്റ്റ് നമുക്ക് ഈ എപ്സിലോൺ ക്ലോഷർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു NFA ഇവിടെ ചെയ്തത്. ഇവിടെ ഇതിനെ സപ്പോസ് നമുക്ക് ഒരു കുറച്ചുകൂടെ പ്രോപ്പർ ആക്കാൻ വേണ്ടി Q6 നമുക്ക് ഫൈനൽ ആക്കാം. ഓക്കെ, സോ Q1ൽ നിന്നും Q0 നമ്മുടെ ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, സോ Q1ൽ നിന്നും എപ്സിലോൺ എടുത്തിട്ട് Q2ലോട്ട് പോയി, Q2 എപ്സിലോൺ മൂവ്സ് Q3ലോട്ട് പോയി, Q3 എപ്സിലോൺ മൂവ്സ് Q6ലോട്ട് പോയി. സോ യു ക്യാൻ സി നമുക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് സപ്പോസ് Q1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്താ പറയുന്നത്? ഓൾ സ്റ്റേറ്റ്സ് റീച്ചബിൾ ഫ്രം Q1. ഇവിടെ Q1ന്റെ കാര്യമല്ല പറയുന്നത്. എപ്സിലോൺ മൂവ്സ് മാത്രം വെച്ചിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റും? ഒന്ന് Q2ലോട്ട് പോകാൻ പറ്റും, റൈറ്റ്? പിന്നെ Q1 ഒബ്വിയസ്ലി ആ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് യു ഹാവ് ടു ടേക്ക് ദാറ്റ്. അപ്പം നമ്മൾ Q1 എടുത്തു, പിന്നെ Q2ലോട്ട് പോകാൻ പറ്റും, പിന്നെ എവിടെയൊക്കെ പോകാൻ പറ്റും? Q3ലോട്ട് പോകാൻ പറ്റും, എപ്സിലോൺ മൂവ്സ് മാത്രം എടുത്തിട്ട്. ദെൻ Q6ലോട്ട് പോകാൻ പറ്റും, പിന്നെ എവിടെയൊക്കെ പോകാൻ പറ്റും? യു ക്യാൻ സീ ദിസ് ഓൾസോ Q4ലോട്ടും പോകാൻ പറ്റും. സോ ഇതെന്തായിരിക്കും? ഇതൊരു എപ്സിലോൺ ക്ലോഷർ ആണ്. സോ യു ക്യാൻ സീ നമ്മൾ ഇവിടെ എല്ലാ സ്ഥലത്തും സൈമിൾട്ടേനിയസ്ലി എത്താൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ഇൻപുട്ട് 1 or 0 എടുക്കുവാനാണെങ്കിൽ നമുക്ക് Q2 കൊടുക്കാം, Q3 കൊടുക്കാം, Q6 കൊടുക്കാം, Q4 കൊടുക്കാം, റൈറ്റ്? ഈ ക്ലോഷറിലുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്, അതാണ് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം തരുന്നത് പറയുന്നത്. സിമിലർലി നമുക്ക് Q2ന്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് നോക്കാം. നമുക്ക് എന്തായിരിക്കും? Q2 ഇറ്റ് സെൽഫ് ഒന്നെടുക്കും നമ്മൾ, പിന്നെ എപ്സിലോൺ എടുത്തിട്ട് എവിടെ പോയി? Q3ലോട്ട് പോയി, ദെൻ അവിടുന്ന് Q6ലോട്ട് പോയി, റൈറ്റ്? വേറെ നമ്മൾ സ്റ്റേറ്റ്സ് കാണുന്നില്ല. സോ ദിസ് ഈസ് ദി എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2. Similarly, epsilon closure of Q3 എന്തായിരിക്കും? Q3 ഉണ്ട് itself, then it goes to Q6 മാത്രമേ വരുന്നുള്ളൂ. Now epsilon closure of Q4 എന്തായിരിക്കും? ഇവിടെ epsilon closure ഇല്ല. അപ്പോൾ എന്താണ്? ആ സ്റ്റേറ്റ്സ് ഓൾറെഡി ഉണ്ടല്ലോ, ഏത് സ്റ്റേറ്റിന്റെ എടുക്കുന്ന ആ സ്റ്റേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, പക്ഷെ വേറെ നമുക്ക് കാണുന്നില്ല. സോ Q4 തന്നെ ആയിരിക്കും. Similarly for Q5 എന്തായിരിക്കും? You can see Q5ൽ Q7 ഉണ്ട് and Q5 itself is there, right? So Q5, Q7. So what about Q6? Q6ൽ വേറൊന്നുമില്ല, Q6 തന്നെ ആയിരിക്കും, വേറെ എപ്സിലോൺ മൂവ്സ് നമുക്ക് കാണുന്നില്ല. Similarly for Q7 also there is no epsilon moves involved. So Q7 തന്നെ ആയിരിക്കും നമ്മുടെ എപ്സിലോൺ ക്ലോഷറിലുള്ളത്, റൈറ്റ്? സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ്റെ ഫോർമൽ ഡെഫിനേഷൻ എന്താണ്, എപ്സിലോൺ ക്ലോഷർ എന്താണെന്ന് മനസ്സിലായി കാണും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതെന്താണ്? NFA വിത്ത് എപ്സിലോൺ C. യു ക്യാൻ സി എപ്സിലോൺ മൂവ് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ്, നമ്മൾ ഇതിന്റെ ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ള കാര്യം ആദ്യം നോക്കാം. ഓക്കെ, സോ Q0ന്റെ എപ്സിലോൺ ക്ലോഷർ എന്തായിരിക്കും? എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്തായിരിക്കും? Q0 ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവും? യു ക്യാൻ സി Q0 എപ്സിലോൺ മൂവ് എടുത്തിട്ട് Q2ലോട്ട് പോകുന്നുണ്ട്. സോ Q2, റൈറ്റ്? വേറെ യു ക്യാൻ സി എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 എന്തായിരിക്കും? അത് തന്നെയായിരിക്കും, Q1 തന്നെയായിരിക്കും. വേറെ എപ്സിലോൺ മൂവ്സ് നമ്മൾ അവിടെ കാണുന്നില്ല. സിമിലർലി ഫോർ Q2 എന്തായിരിക്കും? Q2 തന്നെയായിരിക്കും, നമ്മൾ കാണുന്നില്ല. Q3 എന്തായിരിക്കും? Q3ലും അത് തന്നെയായിരിക്കും, റൈറ്റ്? Q4ൽ ഓൾസോ സെയിം തിങ്, റൈറ്റ്? സോ ഇതാണ് എപ്സിലോൺ ക്ലോഷർ, റൈറ്റ്? ഇനി സി ട്രാൻസിഷൻ നമ്മൾ എങ്ങനെയാ? ഇത് എപ്സിലോൺ ക്ലോഷർ ജസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും പോവുക? Q0 ഡെൽറ്റ Q0 നിന്നും 0 പോകുന്നുണ്ടോ? ഇല്ല, 0 പോകുന്നില്ല. സോ 0 എന്തായിരിക്കും? 5, ഒന്നിനും പോകുന്നില്ല. നൗ ഡെൽറ്റ Q0 എപ്സിലോൺ എവിടെയാ പോകുന്നത്? Q2ലോട്ടാണ് പോകുന്നത്. ഓൾറൈറ്റ്, നൗ ഡോണ്ട് കൺഫ്യൂസ് ദിസ് വിത്ത് നമ്മുടെ എപ്സിലോൺ ക്ലോഷറോ Q0 Q0 തന്നെ പോകുന്നുണ്ടോ? ട്രാൻസിഷൻ ടേബിൾ നമ്മൾ എന്താണ്, ഒരു സ്പെസിഫിക് സ്റ്റേറ്റിൽ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുകയുള്ളൂ ഇവിടെ, റൈറ്റ്? സോ യു ക്യാൻ സി Q0 എപ്സിലോൺ പോയിട്ട് Q2ലോട്ട് പോകുന്നുണ്ട്. സിമിലർലി ഡെൽറ്റ Q0 to 1 എവിടെയാണ് പോകുന്നത്? യു ക്യാൻ സി എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? Q1ലോട്ട് പോകുന്നുണ്ട്, റൈറ്റ്? സോ നമ്മൾ ഇതുപോലെ യു ക്യാൻ സി ഇതുപോലെ എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാം ട്രാൻസിഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസിഷൻ ടേബിൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യും. Q0 0 എടുത്തിട്ട് 5 ഒന്നുമില്ല, 1 എടുത്ത് Q1ലോട്ട്, എപ്സിലോൺ എടുത്തിട്ട് Q2ലോട്ട്, റൈറ്റ്? Q1ൽ നിന്നും
Q0 പോകുന്നു, റൈറ്റ്. ദെൻ എപ്സിലോൺ എടുക്കുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. Q1 എപ്സിലോൺ എടുക്കുവാണെങ്കിൽ ഒന്നുമില്ല, റൈറ്റ്. സോ യു ക്യാൻ ഫിനിഷ് ദിസ് ഹോൾ തിങ്. ഓക്കെ, ഇനി നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം, ഏതൊക്കെ ഇതിനകത്ത് സ്ട്രിങ്സ് അക്സെപ്റ്റ് ആവുന്നുണ്ടുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൾറൈറ്റ്, സപ്പോസ് എനിക്ക് 1 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. വാട്ട് വിൽ ഐ ഡു? സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? Q0. Q0 1 വന്നു, റൈറ്റ്. സോ ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും? Q0, 1. I need to see whether it is accepted or not. So Q0 1 എവിടെയാ പോകുന്നത്? Q1 പോകുന്നുണ്ട്. Q1 വന്നു. ഇനി എന്താണ്? വേറെ ഒരു സംഭവം ഇല്ല. അപ്പൊ എന്താണിത്? അക്സെപ്റ്റഡ് ആവില്ല. കാരണം വൈ? ഇറ്റ് ഈസ് നോട്ട് മൂവിങ് ടു Q2 ആണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. തിരിച്ച് Q2 വന്നാൽ മാത്രമേ ഇത് അക്സെപ്റ്റബിൾ ആവുള്ളൂ. റൈറ്റ്. Now let us try to understand the string 1 1. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്തെടുക്കും? ഡെൽറ്റ Q0, ആദ്യത്തെ 1 എടുത്തു. അപ്പോൾ Q0, 1 എവിടെ പോവും? ഇങ്ങനെ Q1 പോവും. ഓക്കെ, then what are we going to do? Delta Q1, 1. So Q1, 1 ഇത്. ഓക്കെ, സോ എവിടെ പോവും? Q0 തിരിച്ചു വരും. യു ക്യാൻ സി ഇവിടെ നിന്ന് ഡയഗ്രാമാറ്റിക്കലി നോക്കിയാലും മതി, Q0 വന്നു. Now ഇവിടെ നമ്മൾ പറയും it is not accepted കാരണം Q0 no. We have to consider what? Epsilon move. കാരണം Q0 വന്നിട്ട് നമുക്ക് ഒരു ലിബർട്ടിയും കൂടെ തരുന്നുണ്ട്, ഒരു ഫ്രീഡം കൂടെ തരുന്നുണ്ട്. We can move epsilon. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ Q0 എപ്സിലോൺ മൂവ് പോയിട്ട് നമ്മൾ എവിടെ പോവും? Q2 പോവും, റൈറ്റ്. അപ്പൊ എന്തായിരിക്കും? accepted ആവും. സോ ദിസ് വുഡ് ബി accepted. ഇനി നോർമൽ NF നമ്മൾ ഇത് എപ്സിലോൺ മൂവ് ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇത് അക്സെപ്റ്റബിൾ ആവത്തില്ല, കാരണം ഇത് Q0 തന്നെ നിൽക്കുവാണ്. പക്ഷെ ഇവിടെ നമുക്ക് എപ്സിലോൺ മൂവിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. സോ ഇറ്റ് മൂവ്സ് ടു Q2 ആൻഡ് ഇറ്റ് ഗെറ്റ്സ് accepted. ഓൾറൈറ്റ്, ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് 1 1 1. സോ Q0 ആദ്യത്തെ 1 വന്നു, Q1 പോയി. രണ്ടാമത്തെ 1 വന്നു, Q0 പോയി. മൂന്നാമത്തെ 1 വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയി, Q1 പോയി. ഇനി അവിടെ സ്റ്റക്ക് ആയിരിക്കും. അത് എന്താണ്? ഇനി മുന്നോട്ട് പോകത്തില്ല. സോ ദിസ് വോണ്ട് ബി അക്സെപ്റ്റഡ്. ഹൗ അബൌട്ട് 1 1 1 1? വിൽ ഇറ്റ് ബി അക്സെപ്റ്റഡ്? യെസ്. Q0 1 എടുത്തിട്ട് ഇറ്റ് മൂവ്സ് ടു റൈറ്റ്. Q0 1 എടുത്തിട്ട് Q1 പോയി. Q1 1 എടുത്തിട്ട് Q0 പോയി. Then again Q1, then again Q0, then epsilon. So this gets accepted. So you can see even numbers accepted ആവുകയാണ്. 1 1 1 1 accepted ആയി, 1 1 1 1 1 accepted ആവില്ല, so on. Okay, now അടുത്തൊരു എക്സാമ്പിൾ. Now suppose I want to accept, suppose 1 0 accept ആവുമോ? നമുക്ക് നോക്കാം. So see, Q0 നിന്നും 1 എന്ന് പറയുമ്പോൾ ശരിക്കും Q1 പോകുന്നത്. ഓൾ റൈറ്റ്. സോ ഹൗ ക്യാൻ വി ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? സി 1 എടുത്തിട്ട് Q1 പോകുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? സോ ഐദർ ഇവിടെ നിന്ന് 1 പോയിട്ട് Q1, ദെൻ അവിടെ സ്റ്റക്ക് ആയിരിക്കും. രണ്ടാമത്തെ പാത്ത് എന്താണ്? എപ്സിലോൺ മൂവ്സ് എടുത്തിട്ട് എങ്ങോട്ടേക്ക് വരും? Q2 വരും. Q2 വന്നതിന് ശേഷം വാട്ട് ഇറ്റ് വിൽ ഡു? 1 എടുക്കും, ദിസ് 1, റൈറ്റ്. സോ ഈ 1 എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ടേക്ക് പോകും? Q4 പോകും. ദെൻ അവിടെ നിന്ന് 0 എടുത്തിട്ട് എങ്ങോട്ടേക്ക് വരും? Q2 വരും. സോ ദിസ് ഈസ് അക്സെപ്റ്റഡ്. പ്രീവിയസ്ലി നമ്മൾ എന്താണ്? സപ്പോസ് 1 1 ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് 1 1 മാത്രമേ കാണിച്ചുള്ളൂ. യു ക്യാൻ ഓൾസോ മൂവ് ഫ്രം Q2 നിന്നും ഇവിടെ സി ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വീണ്ടും കൺസിഡർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ദെൻ നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ് ഇത് അക്സെപ്റ്റ് ആവാത്തത് യു ക്യാൻ സി Q0 എപ്സിലോൺ എടുത്തിട്ട് Q2 വന്ന് അവിടെ നിന്ന് ഇനി 1 പോയി. ദെൻ ദർ ഇസ് നോ 1 ഹിയർ. സോ ഈ രണ്ടാമത്തെ പാത്ത് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്, ബട്ട് ദിസ് 1 ഈസ് അക്സെപ്റ്റഡ്. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് അഗൈൻ. സപ്പോസ് 1 1 എന്ന് പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഡെൽറ്റ Q0 1 എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സേ Q1. ദിസ് ഇസ് 1 പാത്ത്. രണ്ടാമത്തെ പാത്ത് എന്താണ്? Q0 നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എപ്സിലോൺ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോയി? Q2 പോയി. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്തു? 1 എടുത്തു. ഓക്കെ, ദാറ്റ് ഗോസ് ടു Q4. ഓൾ റൈറ്റ്. സോ അത് അക്സെപ്റ്റഡ് ആവത്തില്ല. ഓൾ റൈറ്റ്. സോ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? വി ക്യാൻ
ഹാവ് മൾട്ടിപ്പിൾ പാത്ത്സ്, പക്ഷെ എന്താണ് ഏതെങ്കിലും ഒരു പാത്ത് അക്സെപ്റ്റബിൾ ആവുകയാണെങ്കിൽ അക്സെപ്റ്റബിൾ ആവും. ഓൾ റൈറ്റ്. ഓക്കെ, നൗ ലെറ്റ് us take another example also. Suppose 0 0 0 0 ആണ് നമ്മുടെ സ്ട്രിങ്. ഇത് അക്സെപ്റ്റ് ആവുമോ നമുക്ക് നോക്കാം. സോ Q0യിൽ നിന്നും എപ്സിലോൺ എടുത്തിട്ട് എങ്ങോട്ട് വരും? Q2ലോട്ട് വരും. ദെൻ Q2വിൽ നിന്നും 0 എടുത്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എപ്സിലോൺ എടുത്തിട്ട് Q2ലോട്ട് വന്നു. ദെൻ Q2ൽ നിന്ന് 0 എടുത്തിട്ട് Q3ലോട്ട് പോയി. Q3 നിന്ന് അടുത്ത 0 എടുത്തിട്ട് എങ്ങോട്ടേക്ക് വന്നു? Q2ലോട്ട് വന്ന്. സോ ഇറ്റ് ഗെറ്റ്സ് അക്സെപ്റ്റഡ്. സോ യു ക്യാൻ, നിങ്ങൾ ഏത് സ്ട്രിങ്ങും അത് ഇതുപോലെ നോക്കി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാം, നോക്കാം, ചെക്ക് ചെയ്യാം വെദർ ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഓർ നോട്ട്. All right. So I hope you understood what epsilon moves is and you understood what epsilon closure is, right? അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can post your comments in the comment box. ഞാൻ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. So thank you for watching.